ഓട്ടോകാഡിൽ നമ്മൾ സിമ്പിളായിട്ട് എങ്ങനെ ഒരു പ്ലാൻ, വീടിൻ്റെ പ്ലാൻ, അതേപോലെ ഫ്രണ്ട് എലിവേഷൻ, സെക്ഷൻ, ഇതൊക്കെ ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ചെയ്യുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഓട്ടോകാഡ് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യണം. അപ്പോൾ കാഡ് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്കിവിടെ 2 ഷീറ്റുകൾ കാണിക്കുന്നുണ്ട്, ഇമ്പീരിയൽ, മെട്രിക് എന്ന് പറഞ്ഞിട്ട്. ഇമ്പീരിയൽ ഷീറ്റ് ഫീറ്റ് ആൻഡ് ഇഞ്ചസിൽ ഉള്ള ഷീറ്റുകളാണ്. അതേപോലെ തന്നെ മെട്രിക് എന്ന് പറയുന്നത് മില്ലിമീറ്ററിലുള്ള ഷീറ്റാണ് വരുന്നത്. നമ്മൾ സാധാരണ പ്ലാനൊക്കെ വരയ്ക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് മെട്രിക് ഷീറ്റാണ്. ഇതിന് ഷീറ്റ് സെലക്ട് ചെയ്യാനായിട്ട് നമ്മളിങ്ങനെ ജസ്റ്റ് പിക്ക് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്ത് വന്നിട്ടുണ്ട്. ഇതിൽ അതിൻ്റെ ഇൻ്റർഫേസിൽ വരുന്ന എന്തൊക്കെ ഉണ്ട് എന്നുള്ളതും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഏറ്റവും ടോപ്പിൽ വരുന്നത് ക്വിക്ക് ആക്സസ് ടൂൾ ബാറാണ്. പെട്ടെന്ന് ആക്സസ് ചെയ്യേണ്ട കമാൻഡുകളുടെ ടൂളുകളാണ് അതിൽ വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മൾ ഏത് വേർഷനാണ് അത് ടൈറ്റിൽ ബാറിൽ കാണിക്കും. പിന്നെ ഇൻഫോ സെൻറ്റർ ഉണ്ട്. ഇത് സോഫ്റ്റ്വെയറിനെ ക്ലോസ് ചെയ്യാനും മിനിമൈസ് ചെയ്യാനും മാക്സിമൈസ് ചെയ്യാനുള്ള ഐക്കൺസ് ആണ്. അതിൻ്റെ താഴെ വരുന്നത് മെനു ബാർസ് ആണ്. ഈ മെനു ബാർ എപ്പോഴും നമ്മൾ ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ഉണ്ടാവണമെന്നില്ല, ചിലപ്പോൾ ഹൈഡ് ആയി എടുക്കുന്നുണ്ടാവാം. അപ്പം അങ്ങനെ വരുമ്പോൾ ഈ ക്വിക്ക് ആക്സസ് ടൂൾ ബാറിൻ്റെ റൈറ്റ് സൈഡിലുള്ള ഏരോയിൽ പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഉണ്ടോ മെനു ബാർ ഓപ്പൺ ചെയ്ത് കിടക്കുന്നത് കൊണ്ട് അത് ഹൈഡ് മെനു ബാർ എന്നുള്ള ഓപ്ഷനാണ് വന്നെടുക്കുന്നത്. അപ്പോൾ ഹൈഡ് ചെയ്യാം നമുക്ക്. അത് ഹൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ മെനു ബാർ കാണത്തില്ല. മെനു ബാർ ഇനി വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഏരോയിൽ തന്നെ അഗെയിൻ പിക്ക് ചെയ്തിട്ട് ഇവിടെ ഷോ മെനു ബാർ എന്നുള്ള ഓപ്ഷൻ കാണാം. അത് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ചെയ്തിടാം. അതിൻ്റെ താഴെ വരുന്നത് റിബൺ ആണ്. ഈ റിബണിൽ നമുക്ക് ഡ്രോ ചെയ്യാനും എഡിറ്റ് ചെയ്യാനായിട്ടുള്ള കമാൻഡുകളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതേപോലെ അനോട്ടേഷൻസ് കൊടുക്കാനുള്ള ഡയമെൻഷൻസ്, ടെക്സ്റ്റ് എല്ലാതും അതിൽ തന്നിട്ടുണ്ട്. ഓരോ ടാബിൽ നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമ്മൾ ഉപയോഗിക്കുകയാണ്. ഇപ്പോൾ ലൈന്, പോളി ലൈൻ, സർക്കിൾ, ഇതൊക്കെ നമുക്കതെടുത്ത് വരയ്ക്കാവുന്നതാണ്. ഇപ്പോൾ പ്ലാൻ വരയ്ക്കാനായിട്ട് മെയിനായിട്ട് നമുക്ക് കൺസ്ട്രക്ഷൻ ലൈൻ, അതേപോലെ തന്നെ ഇവിടെ പല ലൈൻസ് കിടക്കുന്നുണ്ട്. അതിൽ കൺസ്ട്രക്ഷൻ ലൈനാണ് നമ്മൾ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഓഫ്സെറ്റ്, ട്രിമ്മ്, ഇതൊക്കെയാണ് നമ്മൾ മെയിനായിട്ട് ഇതിൽ യൂസ് ചെയ്യുന്ന കമാൻഡുകൾ. അതേപോലെ തന്നെ ഡോർസ്, വിൻഡോസ് വെക്കാനായിട്ട് നമ്മൾ ബ്ലോക്സ് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ലെയേഴ്സ് യൂസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ലെയേഴ്സ് യൂസ് ചെയ്തിട്ടല്ല ചെയ്യുന്നത്. നെക്സ്റ്റ് ഡ്രോയിങ്ങിൽ നമ്മൾ ലെയേഴ്സും കൂടി ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ പ്ലാൻ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഈ റിബണിൽ തൊട്ട് താഴെ നമ്മൾ ഓപ്പൺ ചെയ്ത ഷീറ്റിൻ്റെ ഡ്രോയിങ് 1, ഇനി പ്ലസ് ആഡ് ചെയ്ത് അടുത്ത ഷീറ്റ്, നെക്സ്റ്റ് അടുത്ത ഷീറ്റ്, ഇങ്ങനെ നമുക്ക് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ആവശ്യം ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ ക്ലോസ് ചെയ്യുകയും ചെയ്യാം. ഈ ഡ്രോയിങ് ഏരിയയിലാണ് നമ്മൾ ഒബ്ജക്റ്റ് വരയ്ക്കാൻ പോകുന്നത്. അതിൻ്റെ താഴെ കമാൻഡ് പ്രോംപ്റ്റ് ഉണ്ട്. കമാൻഡ് പ്രോംപ്റ്റിൽ നമ്മൾ ഏതൊരു കമാൻഡ് എടുക്കുമ്പോഴും അതിൻ്റെ സ്റ്റെപ്സ് അല്ലെങ്കിൽ അടുത്തത് എന്താണ് എന്നുള്ളത് ഓപ്ഷൻ നമുക്ക് കമാൻഡ് പ്രോംപ്റ്റിൽ വരുന്നതായിരിക്കും. അപ്പോൾ നമ്മളിപ്പോൾ മെനുന്ന് എടുത്താലും അതേപോലെ ഷോർട്ട് കീ ടൈപ്പ് ചെയ്ത് ചെയ്താലും അതെല്ലാം ഈ കമാൻഡ് വിൻഡോയിൽ നമുക്ക് വ്യൂ ചെയ്യാവുന്നതാണ്. അപ്പോൾ അത് ശ്രദ്ധിച്ച് വരയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അതിൻ്റെ താഴെ സ്റ്റാറ്റസ് ബാർ വരുന്നുണ്ട്. അതിൽ ഓരോന്നും നമ്മൾ ആവശ്യത്തിനനുസരിച്ച് ഓരോ ഓപ്ഷൻസ് അതിൽ യൂസ് ചെയ്യുന്നതാണ്. പ്ലാൻ വരയ്ക്കാനും അതുപോലെ എലിവേഷൻ വരയ്ക്കാനായാലും സെക്ഷൻ വരയ്ക്കാനായാലും. അതിൻ്റെ താഴെ ടാസ്ക് ബാറാണ് വരുന്നത്. ഇത്രയാണ് നമുക്ക് ഇൻ്റർഫേസിൽ വരുന്ന കാര്യങ്ങൾ. അപ്പം ഇത്രയും വെച്ചിട്ടാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മോഡൽ സ്പേസിലാണ് നമ്മൾ വരയ്ക്കുന്നത്. ഇനി നമ്മൾ ഒബ്ജക്റ്റ് വരച്ച് കഴിഞ്ഞിട്ട് പ്രിൻ്റ് ഔട്ട് എടുക്കാനായിട്ടാണ് ഈ ലേ ഔട്ട് എന്നുള്ള ഓപ്ഷൻ യൂസ് ചെയ്യുക. അപ്പോൾ നമ്മളെല്ലാം പ്ലാനും എലിവേഷനും സെക്ഷനും ഇതെല്ലാം വരച്ചതിന് ശേഷം അതിൻ്റെ പ്രിൻ്റ് എങ്ങനെയാണ് എടുക്കുന്നത്, അതിൻ്റെ പ്രിൻ്റ് ഔട്ട് ഔട്ട്പുട്ട് എടുക്കുന്നത് എങ്ങനെയാണ് എന്നും കൂടെ നമ്മൾ ലാസ്റ്റ് പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മോഡൽ സ്പേസിലാണ് നമ്മൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് തുടങ്ങാം. നമുക്ക് 2Dയിൽ ഒരു ചെറിയ പ്ലാൻ വരയ്ക്കുന്നത് നോക്കാം. ഒരു 2 ബെഡ്റൂം വില്ലയാണ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാൻ പോകുന്നത്. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് എടുക്കേണ്ടത് കൺസ്ട്രക്ഷൻ ലൈനാണ്. ഡ്രോയിൽ കൺസ്ട്രക്ഷൻ ലൈൻ എടുക്കുക. ജസ്റ്റ് ഒരു വെർട്ടിക്കൽ ലൈനും ജസ്റ്റ് ഒരു ഹൊറിസോണ്ടൽ കൺസ്ട്രക്ഷൻ ലൈനും ക്രിയേറ്റ് ചെയ്തിടുക, എൻ്റർ ചെയ്യുക. ദെൻ നമുക്ക് ഈ കോർണേഴ്സ് കട്ട് ചെയ്ത് കളയാം. പിന്നെ ഇങ്ങോട്ട് ഓഫ്സെറ്റ് ചെയ്യേണ്ട ഭാഗം മാത്രം നിർത്തിയാൽ മതി. അപ്പം നമുക്ക് ആവശ്യമില്ലാത്ത ഭാഗം കട്ട് ചെയ്യാനായിട്ട് ഇവിടെ ട്രിം കമാൻഡ് ഉണ്ട്. ട്രിം എടുത്തിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത പോർഷൻസ് കട്ട് ചെയ്ത് കളയാം. ട്രിം എടുത്ത് ജസ്റ്റ് സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്യാം. ഇനി ഇവിടെ വോൾ തിക്നെസ് നമ്മൾ 20 സെൻറ്റിമീറ്റർ ആണ് കൊടുക്കുന്നത്. അത് ഓഫ്സെറ്റ് കമാൻഡ് എടുത്തിട്ടാണ് നമ്മൾ സെറ്റ് ചെയ്യുക. ഓഫ്സെറ്റ് എടുക്കുക. ദെൻ ഓഫ്സെറ്റ് ഡിസ്റ്റൻസ് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്രയാണോ ഡിസ്റ്റൻസ് കൊടുക്കുന്നത് ആ ഒരു ഡിസ്റ്റൻസ് അതിൽ ടൈപ്പ് ചെയ്യുക.
ദെൻ സെലക്ട് ഒബ്ജക്റ്റ് പോയിന്റ് ഓൺ സൈഡ്, ഏത് സൈഡിലേക്കാണ് കൊടുക്കേണ്ടത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സൈഡിലേക്ക് അത് ഓഫ്സെറ്റ് ചെയ്തിടാം. എൻ്റർ ചെയ്യാം. നെക്സ്റ്റ് ഇനി റൂമിൻ്റെ ഡിസ്റ്റൻസ് കൊടുക്കണം. വീണ്ടും ഓഫ്സെറ്റ് കമാൻഡ് എടുക്കുക. ഷോർട്ട് കീ ഓ എന്നാണ്. ഓ ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ ചെയ്താലും മതി. റൂമിൻ്റെ ഡിസ്റ്റൻസ് ഞാൻ ടൈപ്പ് ചെയ്തു. ഒരു 296 കൊടുത്തിട്ടുണ്ട്. സെലക്ട് ചെയ്ത് ആ സൈഡിലോട്ട് പിക്ക് ചെയ്യുക. ദെൻ അവിടുത്തെ വോൾ തിക്നെസ് നമുക്ക് കൊടുക്കണം. വീണ്ടും വോൾ തിക്നെസ് ടൈപ്പ് ചെയ്തു, എൻ്റർ ചെയ്തു. സെലക്ട് ചെയ്ത് നമ്മൾ ഓഫ്സെറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് റൂമിൻ്റെ അളവാണ് നമ്മൾ സെറ്റ് ചെയ്യേണ്ടത്. വീണ്ടും ഓഫ്സെറ്റ് കമാൻഡ് എടുക്കുക. 360 ആണ് അടുത്ത റൂമിൻ്റെ അളവ് കൊടുക്കുന്നത്. അത് ഓഫ്സെറ്റ് ചെയ്തു. ദെൻ അതിൻ്റെ വോൾ തിക്നെസ് എത്രയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഓഫ്സെറ്റ് എടുത്ത ഡിസ്റ്റൻസ് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇത്രയാണ് നമ്മുടെ വോളുടെ വിഡ്ത്ത് വരുന്നുള്ളൂ. ബാക്കി ഭാഗം ട്രിം ചെയ്ത് കളയാം. TR എന്നാണ് എന്താണ് ട്രിമ്മിൻ്റെ ഷോർട്ട് കീ. അപ്പോൾ അതെടുത്തിട്ട് ചെയ്യാം. അല്ലെങ്കിൽ ഇവിടെ റിബണിൽ നിന്ന് എടുത്തിട്ട് ചെയ്യാം. രണ്ട് തരത്തിലും അത് ചെയ്യാം കേട്ടോ. ഇനി ഇവിടുത്തെ ബെഡ്റൂമിൻ്റെ വിഡ്ത്ത് കൊടുത്തു. ഇനി ഇങ്ങോട്ടുള്ള അളവ് നമുക്ക് കൊടുക്കണം. വീണ്ടും ഓഫ്സെറ്റ് കമാൻഡ് എടുക്കുക. ദെൻ അങ്ങോട്ടുള്ള അളവ് 296 ആണ് ഞാൻ അതിൻ്റെ വിഡ്ത്ത് കൊടുക്കുന്നത്. അപ്പോൾ അത് സെറ്റ് ചെയ്തു. ഇനി ഇങ്ങോട്ട് ആവശ്യമില്ലാത്ത ഭാഗത്തിൽ കട്ട് ചെയ്ത് കളയുക. ഇനി അതിൻ്റെ വോൾ തിക്നെസ് ഓഫ്സെറ്റ് എടുത്തിട്ട് 20 വോൾ തിക്നെസ് കൊടുത്തു, എൻ്റർ ചെയ്തു. നെക്സ്റ്റ് നമുക്കിവിടെ ഒരു ബാത്റൂം വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിഡ്ത്താണ് അടുത്ത കൊടുക്കേണ്ടത്. അതും ഓഫ്സെറ്റ് എടുത്തിട്ട് 150 ആണ് നമുക്ക് അതിൻ്റെ വിഡ്ത്ത് വരുന്നത്. 150 കൊടുത്തു. ദെൻ അതിൻ്റെ വോൾ തിക്നെസ് ഓഫ്സെറ്റ് എടുത്തിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി അതിന് ഇങ്ങോട്ടൊരു വിഡ്ത്ത് വരുന്നുണ്ട് അല്ലേ? ആ ഒരു അളവ് 200 ആണ് നമ്മൾ കൊടുക്കാൻ പോകുന്നത്. ഓഫ്സെറ്റ് എടുത്തിട്ട് ഡിസ്റ്റൻസ് 200. ഇനി എന്താണ് ഈ വിഡ്ത്ത് നമുക്ക് ഇങ്ങോട്ടും വരുന്നില്ലല്ലോ. അപ്പം അത് ട്രിം എടുത്ത് കട്ട് ചെയ്ത് കളയണം. ഈ സൈഡിലോട്ടും അത് വരുന്നില്ല. അപ്പം ആവശ്യമില്ലാത്ത രണ്ട് ഭാഗങ്ങൾ കട്ട് ചെയ്തു. ബാത്റൂമിൻ്റെ വിഡ്ത്ത് മാത്രം നമ്മൾ മാർക്ക് ചെയ്തിടാം. ഇനി അടുത്ത റൂമിൻ്റെ അളവാണ് നമുക്ക് കൊടുക്കേണ്ടത്. അപ്പം ഇത് നമുക്ക് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്തിടാം. നമുക്ക് ഇവിടുത്തെ കിച്ചൻ്റെ അളവും ഈ റൂമിൻ്റെ അളവും ഒരേപോലെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഇങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഇടുന്നുണ്ട്. ദെൻ ഓഫ്സെറ്റ് എടുത്തിട്ട് അടുത്ത റൂമിലേക്കുള്ള ഡിസ്റ്റൻസ് നമുക്ക് സെറ്റ് ചെയ്യാം. 360 ഞാൻ കൊടുത്തിട്ടുണ്ട്. ദെൻ സെലക്ട് ചെയ്ത് പിക്ക് ചെയ്യാം. അതിൻ്റെ വോൾ തിക്നെസ് ഓഫ്സെറ്റ് വോൾ തിക്നെസ് എൻ്റർ. ഈ ഭാഗം നേരത്തെ ചെയ്ത പോലെ തന്നെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇതങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് ഇടാനുണ്ട്. എക്സ്റ്റെൻഡ് ചെയ്ത് നിർത്തിയതിൻ്റെ ശേഷം കട്ട് ചെയ്ത് കളയാം. ഇനി ഇവിടെ നമുക്കൊരു സിറ്റ് ഔട്ടിൻ്റെ പോർഷൻ കൊടുക്കാനുണ്ട്. അപ്പോൾ ആ ഒരു പോർഷൻ സെറ്റ് ചെയ്യാനായിട്ട് വീണ്ടും ഓഫ്സെറ്റ് കമാൻഡ് എടുക്കുക. ഇനി ആ ഹോളിൻ്റെ ഒരു അളവ് എന്ന് പറയുന്നത് 346 ഡിസ്റ്റൻസ് നമ്മൾ കൊടുക്കുന്നത്. ആവശ്യമില്ലാത്ത പോർഷൻസ് അവിടെ നിന്ന് കട്ട് ചെയ്ത് കളയാം. ഇവിടെ സിറ്റ് ഔട്ട് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ ഒരു സിംഗിൾ ലൈൻ കാണിച്ചാൽ മതി. ബാക്കി ഭാഗം കട്ട് ചെയ്യും. ഇവിടെ ഒരു പില്ലർ ഉണ്ട്, അതിനാണ് ആ കോർണർ അവിടെ നിർത്തിയത്. ഇവിടെ വോൾ തിക്നെസ് നമുക്ക് കൊടുക്കണം. ഓഫ്സെറ്റ് എടുത്തിട്ട് 20. ഈ ഭാഗങ്ങളൊക്കെ നമുക്ക് ട്രിം എടുത്ത് ക്ലിയർ ചെയ്തിടാം. അല്ലെങ്കിൽ 0 റേഡിയസിൽ ഫില്ലറ്റ് കൊടുത്താലും മതി. ആവശ്യമില്ലാത്ത ലൈൻസ് ഒക്കെ അതിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയണം.
ഈ ഭാഗങ്ങളൊക്കെ ട്രിം ചെയ്ത് ക്ലിയർ ചെയ്ത് കൊടുക്കുക. സൂം ചെയ്തിട്ട് ആവശ്യമില്ലാത്ത ഏരിയാസ് നോക്കിയിട്ട് വേണം നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ട്. ഭാഗങ്ങളൊക്കെ ട്രിം ചെയ്ത് എല്ലാ ജോയിൻസും അവിടെ ക്ലീൻ ആക്കിയിടാം. കോർണേഴ്സും ഡോർ കൊടുക്കാനുള്ള ഭാഗങ്ങളിൽ അത് നോക്കിയിട്ട് ബാക്കിയുള്ളത് കളഞ്ഞാൽ മതി. ഇനി ഇവിടേക്ക് 2 ബെഡ്റൂമിലേക്കുള്ള ഓപ്പണിങ്സ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ വന്നിട്ട് വേണം ഈ 2 ബെഡ്റൂമിലേക്കുള്ള ഓപ്പണിങ്സ് നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് ആ ഭാഗം നമ്മൾ കട്ട് ചെയ്തിട്ടിട്ടുണ്ട്. ഈ ഭാഗം അതേപോലെ തന്നെ ക്ലിയർ ചെയ്യാം. ഇനി ഇതിലേക്കുള്ള ഡോർസ് വിൻഡോസിന്റെ പൊസിഷൻസ് ഒക്കെ നമുക്ക് മാർക്ക് ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇപ്പൊ ഫ്രണ്ട് ഡോറ് ഒരു 100 സെന്റിമീറ്ററിന്റെ അളവാണ് കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ഓഫ്സെറ്റ് എടുത്തിട്ട് 100 സെന്റിമീറ്റർ ഓഫ്സെറ്റ് കൊടുത്തു. ദെൻ ഇതിനെ ഓഫ്സെറ്റ് ചെയ്ത് പിക്ക് ചെയ്യാം. ഇനി ട്രിം എടുത്തിട്ട് അവിടേക്കുള്ളത് കട്ട് ചെയ്ത് കളയും. അതേപോലെ ഓരോ റൂമിലേക്കുള്ളത് ചെയ്യണം. ഓഫ്സെറ്റ് എടുത്തു. റൂമിലേക്ക് ആകുമ്പോൾ കുറച്ചുകൂടി ചെറുതായിട്ട് 90 മതി. ഈ 2 റൂമിലേക്കും അതുപോലെ തന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് കടക്കാനുള്ള വാതിലും ആ ഒരു അളവ് തന്നെയാണ് നമ്മൾ കൊടുക്കുന്നത്. ട്രിം എടുത്തിട്ട് ആവശ്യമില്ലാത്ത ഏരിയാസ് എല്ലാം കട്ട് ചെയ്തു. ഇവിടെ നമ്മൾ ഓഫ്സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കട്ട് ചെയ്ത് കൊടുക്കാം. അപ്പൊ അതിന്റെ ഓപ്പണിങ്സ് ഒക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അതിലെ ഡോറിന്റെ സിമ്പിൾ അതേപോലെ വിൻഡോസ് എവിടെയുള്ള അതൊക്കെ നമുക്ക് മാർക്ക് ചെയ്യണം. അതിന് ഡോറും വിൻഡോസും ബ്ലോക്കായിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇനി ഒരു ബാത്റൂമിലേക്കുള്ള ഡോർ കൊടുക്കേണ്ടതുണ്ട്. അത് ഞാനൊരു 75 യൂണിറ്റ് ആണ് കൊടുക്കുന്നത്. റൂമിന്റെ സൈസിനനുസരിച്ച് 80 അതൊക്കെ നമുക്ക് കൊടുക്കാം. അപ്പൊ ഞാനൊരു 75 ആണ് അവിടെ കൊടുക്കുന്നത്. അപ്പൊ ഇതിലേക്ക് ഡോർ വരയ്ക്കാനായിട്ട് നമുക്ക് 100ന്റെ ഉണ്ട്, 75ന്റെ ഉണ്ട്, അതേപോലെ 90ന്റെ ഉണ്ട്. ഇത് 3 എണ്ണമായിട്ട് നമ്മൾ വരയ്ക്കേണ്ട കാര്യമില്ല. ഒരെണ്ണം വരയ്ക്കുക, അതും 100 റേഡിയസിൽ. 100 ആണ് അളവ് കൊടുത്തിരിക്കുന്നത്. 100 റേഡിയസിൽ ഒരു സർക്കിൾ വരച്ചിട്ട് അതിന്റെ ക്വാഡ്രൻസ് കണക്ട് ചെയ്യാം. ഓഫ്സെറ്റ് എടുത്തിട്ട് 7 യൂണിറ്റ് ഡിസ്റ്റൻസ് അതിന്റെ റൈറ്റ് സൈഡിലോട്ട് തന്നെ ചെയ്യാം. ബാക്കി ഭാഗം ട്രിം. ഇപ്പൊ നമ്മളിത് ചെയ്തിരിക്കുന്നത് ഉണ്ടോ, 100 ആണ് അതിന്റെ അളവ് വന്നിരിക്കുന്നത്. 100 ഇതിനെ ബ്ലോക്ക് ആക്കാനായിട്ട് ഡ്രോയില് ബ്ലോക്കിൽ മേക്ക് പേര് കൊടുക്കുക. ഡോർ സെലക്ട് ഒബ്ജക്റ്റ്, പിക് പോയിന്റ്, ബോട്ടം ലെഫ്റ്റ് കോർണർ ആണ് കൊടുക്കേണ്ടത്. അപ്പോഴേ ഇത് കറക്റ്റ് ഇൻസേർട്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇനി ഇതിലോട്ട് അത് ഇൻസേർട്ട് ചെയ്യാനായിട്ട് നമുക്ക് ഡോറിനെ സെലക്ട് ചെയ്യുക. ഇപ്പൊ ഇൻസേർട്ട് എന്നുള്ള ഓപ്ഷൻ എടുക്കുമ്പോൾ നമുക്ക് ഇവിടെ വരും കമാൻഡ് എന്താണ് ബ്ലോക്ക് ഇൻസേർട്ട് ചെയ്യാനുള്ളത്. ഇതില് അല്ലാതെ നമുക്ക് ഇൻസേർട്ട് ടാബ് വരുന്നുണ്ട്. അതിലുണ്ടായിരിക്കും നമ്മൾ ക്രിയേറ്റ് ചെയ്ത ബ്ലോക്കുകൾ ഉണ്ടോ. അപ്പൊ ഡോർ എന്നുള്ളത് എടുത്തു. ഇങ്ങനെയും എടുക്കാം കേട്ടോ. ഐ ടൈപ്പ് ചെയ്തിട്ട് കൊടുക്കാം. ഇതേപോലെ ഇൻസേർട്ട് ടാബിൽ നിന്ന് നമുക്ക് ഇൻസേർട്ട് എന്നുള്ള ഓപ്ഷനിൽ എടുക്കാം.
ഇതിൻ്റെ സൈസ് നമുക്കിവിടെ 100 തന്നെയാണ് വേണ്ടത്, അതുകൊണ്ട് അതിൽ മാറ്റൊന്നും വേണ്ട. ഇപ്പോൾ റൊട്ടേഷൻ ഞാൻ 180 കൊടുത്തു. ഇതാ ഇപ്പം നേരെ തിരിഞ്ഞു വന്നു. ഇത് നേരെ എന്താണ് ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് വെച്ചിട്ട് ചില പൊസിഷൻസ് നമുക്ക് ഇങ്ങനെ മിറർ ചെയ്ത് വെക്കേണ്ടതായിട്ട് വരും. എല്ലാ പൊസിഷൻസും അവിടെ നമുക്ക് കിട്ടണമെന്നില്ല. നിയറസ്റ്റ് പോയിന്റ് ടിക്ക് ചെയ്തിരുന്നത് നമുക്ക് ഇവിടെ കറക്റ്റ് ഒരു പോയിന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ അതിന്റെ മിഡ് മാത്രമേ കാണിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഇതിന് ട്രാക്ക് ചെയ്ത് പെർപെൻഡിക്കുലറോ ഏതെങ്കിലും പോയിന്റ് നമുക്ക് കിട്ടണം. അപ്പൊ അതിന് ആനുപാതികമായിട്ടുള്ള ഒബ്ജക്റ്റ് സ്നാപ്സ് ഒക്കെ നമുക്ക് ഇവിടെ എന്താണ് സ്റ്റാറ്റസ് ബാറിലുണ്ട്. അതിനനുസരിച്ച് പോയിന്റുകളൊക്കെ അവിടെ ഓൺ ചെയ്ത് ഇട്ടാൽ മതി. അപ്പൊ ഇങ്ങോട്ടല്ല, നമുക്ക് ഇപ്പുറത്തേക്കാണ് അത് തുറന്ന് ഇരിക്കേണ്ടത് അല്ലെ, പുറത്തോട്ടല്ലല്ലോ. അപ്പൊ എന്ത് ചെയ്യാം, നമുക്കതിനെ മിറർ ചെയ്ത് കൊടുക്കാം ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക്. മോഡിഫൈയിൽ തന്നെ മിറർ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. മിറർ എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് സെലക്ട് ചെയ്ത് എൻ്റർ ചെയ്യുക. ദെൻ മിറർ ലൈൻ ഇങ്ങോട്ട് കൊടുത്തു. ഇറേസ് സോഴ്സ് ഒബ്ജക്റ്റ് ചോദിക്കുന്നുണ്ട്. യെസ്, കാരണം ഇങ്ങോട്ട് നമുക്ക് അതിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ ആ സോഴ്സ് ഒബ്ജക്റ്റ് നമ്മൾ ഇറേസ് ചെയ്ത് കളയും. ഇനി ഈ ഒബ്ജക്റ്റ് തന്നെ നമുക്ക് ഇൻസേർട്ടിലെ ബ്ലോക്ക് എടുത്തിട്ട് ഇതിൻ്റെ സ്കെയില് ഞാൻ ചേഞ്ച് ചെയ്യാൻ പോവാണ്. എസ് ടൈപ്പ് ചെയ്ത് എൻ്റർ ചെയ്തിട്ട് സ്കെയിൽ ഞാൻ 0.9 കൊടുത്തു. ഇപ്പോൾ 90 ഡോറിന് സെറ്റ് ചെയ്യും ഉണ്ടോ. ഇനി എത്ര ഉണ്ടായിരുന്നത്, നമുക്ക് ഡോർ എടുത്തിട്ട് 75 ആകുമ്പോൾ എന്താണ് സ്കെയിൽ എടുത്തിട്ട് 0.75. ഇനി ഇതും ഇങ്ങോട്ട് ടേൺ ചെയ്തിരിക്കേണ്ടതാണ്. അപ്പൊ നമുക്ക് റൊട്ടേഷൻ ആവശ്യമുണ്ട്. റൊട്ടേറ്റ് on the 270. റൊട്ടേറ്റ് ചെയ്തപ്പോൾ കറക്റ്റ് ആയിട്ട് വന്നു ഉണ്ടാവും. അപ്പം അങ്ങനെ നിങ്ങൾ നോക്കിയിട്ട് നമ്മൾ അതിനെ റൊട്ടേറ്റ് ചെയ്ത് കൊണ്ടുവന്ന കറക്റ്റ് പൊസിഷനിലൊക്കെ നമുക്കത് വെക്കാം. അപ്പം ഇതിനെ ഇങ്ങോട്ട് മിറർ ചെയ്ത് വെച്ചാൽ മതിയാവും, കാരണം നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്കാണ്. മിറർ എടുത്തിട്ട് ഷിഫ്റ്റ് പ്രസ് ചെയ്ത് റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് മിഡ് ബിറ്റ്വീൻ 2 പോയിന്റ്സ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക. ദെൻ ഈ 2 എൻഡ് പോയിന്റും ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ നേരെ മിഡ് കിട്ടും. ഇനി അടുത്ത മിറർ ലൈൻ ഹൊറിസോണ്ടലായിട്ട് അങ്ങ് പിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഇറേസ് നോ ആണ് കൊടുക്കേണ്ടത്, കാരണം സോഴ്സ് അവിടെ നിൽക്കണം, അതിൻ്റെ മിററിംഗ് ഇമേജ് നമുക്ക് വേണം. അങ്ങനെ വരുമ്പോൾ ഇറേസ് നോ കൊടുക്കണം. സോഴ്സ് നമുക്ക് വേണ്ടെങ്കിൽ മാത്രമേ ഇറേസ് യെസ് കൊടുക്കാൻ പാടുള്ളൂ. ഇനി ഈ 2 പൊസിഷനിലും കൂടെ വെക്കാനുണ്ട് നമുക്ക്. സ്കെയിൽ എടുത്തിട്ട് 0.9 നേരത്തെ ചെയ്ത അളവിൽ തന്നെയാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. റൊട്ടേഷൻ 180 ഉണ്ടോ, ഇങ്ങനെ കൊടുക്കാം. ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു ഡോർ കൊടുക്കാം, അതായത് ഇത് മിറർ ചെയ്ത് വെച്ചാൽ മതി. എൻ്റർ ചെയ്യാം. ഇപ്പോൾ ഡോർസിൻ്റെ പൊസിഷൻസ് ഒക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി വിൻഡോസ് ആണ് മാർക്ക് ചെയ്യേണ്ടത്. വിൻഡോസ് മാർക്ക് ചെയ്യാനായിട്ട് ലൈൻ എടുത്തിട്ട് 100 വോളിൻ്റെ വിഡ്ത്താണ് വിൻഡോൻ്റെ വിഡ്ത്തായിട്ട് കൊടുക്കേണ്ടത്. അപ്പം അത് 20 കൊടുത്തു. ലെങ്ത് 100 തന്നെ. ഇത് 20, ഇത് 100. ഈ 100 എന്നുള്ള ലെങ്തിനെ നമുക്ക് 150യോ അതേപോലെ 50യോ ഏത് അളവിലേക്ക് വേണമെങ്കിലും കൊണ്ടുവരാം. 200 അങ്ങനെ അളവ്
അളവിനനുസരിച്ചിട്ടൊക്കെ നമുക്കത് സ്കെയിൽ ചെയ്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. ഇതിൻ്റെ സെൻറ്ററിൽ ആ ഒരു മിഡിലത്തെ പോർഷൻ മാർക്ക് ചെയ്ത് കൊടുക്കണം. ഓഫ്സെറ്റ് ഒരു 3.5 ഒക്കെ രണ്ട് സൈഡിലേക്ക് ഓഫ്സെറ്റ് ചെയ്ത് വെക്കുക. രണ്ട് ലൈൻസും ഡിലീറ്റ് ചെയ്തു. ഇനി ഇതിനെയും ബ്ലോക്ക് ചെയ്യാം. വിൻഡോ, സെലക്ട് ഒബ്ജക്റ്റ്, പിക് പോയിന്റ് കൊടുക്കുമ്പോൾ എൻഡിന്നും അതുപോലെ തന്നെ മിഡിന്നും ട്രാക്ക് ചെയ്യുക. രണ്ടും കൂടി ഇന്റർസെക്ട് ചെയ്യുന്ന ആ ഔട്ടറിലെ പോയിന്റ് ആണ് നമ്മൾ അതിന്റെ ബേസ് പോയിന്റ് ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പൊ അത് കൊടുത്തു. ഓക്കെ, ഇത് ബ്ലോക്ക് ആയിട്ടുണ്ട്. കണ്ട, ഇതിന്റെ ഔട്ടറിലെ മിഡ് പോയിന്റ് ആണ് അതിന്റെ ബേസ് പോയിന്റ് ആയിട്ട് വന്നിരിക്കുന്നത്. ഇനി ഈ ബ്ലോക്ക് നമുക്ക് ഇതിൽ ഇൻസേർട്ട് ചെയ്ത് വെക്കാനായിട്ട് നേരത്തെ പോലെ തന്നെ ഇൻസേർട്ട് ടാബില് വിൻഡോ, ഇവിടെ നമുക്ക് രണ്ട് പാളിയുടെ തന്നെ മതി. ഇനി ഈ നിയറസ്റ്റ് പോയിന്റ് നമുക്ക് ഇവിടെ ആവശ്യം വേണമെന്നില്ല, കാരണം നമുക്ക് മിഡാണ് മെയിൻ ആയിട്ട് യൂസ് ചെയ്യാൻ പോണത്. അപ്പൊ ഈ നിയറസ്റ്റ് എപ്പോഴെപ്പോഴും വന്നു കഴിഞ്ഞാൽ നമുക്കതൊരു ഡിസ്റ്റർബൻസ് ആവും. അതുകൊണ്ട് വീണ്ടും ഇൻസേർട്ട് എടുക്കുക, സ്കെയിൽ 1.5. അപ്പൊ ഇതിന്റെ വിഡ്ത്തും കൂടി മാറിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇങ്ങനെ യൂണിഫോം ആയിട്ടല്ല സ്കെയിൽ ചെയ്യേണ്ടത്, എക്സ് മാത്രമാണ് മാറ്റേണ്ട കാര്യമുള്ളൂ. ഇതിവിടെ നമുക്ക് രണ്ട് പാളിയുടെ തന്നെ വേറെ സ്കെയിലും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ടി വന്നില്ല. പിന്നെ ഇവിടെ കോമൺ ആയിട്ട് സ്കെയിൽ കൊടുക്കാണ്ട് ഇവിടെ XYZ എന്ന് എടുക്കുന്നുണ്ട്. എക്സിന്റെ സ്കെയില് 1.5 കൊടുക്കാം. ഇപ്പോ അതിന്റെ ലെങ്ത് മാത്രമേ മാറിയിട്ടുള്ളൂ. കണ്ടോ, വിഡ്ത്ത് മാറിയിട്ടില്ല, ഒരേപോലെ നിൽക്കുന്നുണ്ടില്ലേ. ഇനി പ്ലേസ് ചെയ്യാം. അതേപോലെ തന്നെ നേരത്തെ കൊടുത്ത പോലെ തന്നെ അതിനും അതേ സൈസ് തന്നെയാണ് ഞാൻ കൊടുത്തത്. ഇത് പക്ഷെ വെർട്ടിക്കലായിട്ടാണ് വെക്കേണ്ടത്. അപ്പൊ എന്താണ്, റൊട്ടേഷൻ കൂടെ കൊടുക്കേണ്ടി വരും. അതിന്റെ മിഡിൽ പോയിന്റ് നോക്കിയിട്ട് വേണം പിക്ക് ചെയ്യാനായിട്ട്. വേറെ സ്നാപ്പ് പിക്ക് ആയതുകൊണ്ടാണ് അത് അങ്ങോട്ട് നീങ്ങി പോയത് കേട്ടോ. അത് കറക്റ്റ് ആയിട്ട് നോക്കിയിട്ട് വേണം നമ്മൾ പിക്ക് ചെയ്യാനായിട്ട്. ആക്സിസ് സ്കെയില് 1.5, റൊട്ടേഷൻ 90 ഡിഗ്രി. ഈ പോയിന്റ് നിന്ന് ട്രാക്ക് ചെയ്തിട്ട് വെക്കുക. കാരണം ഔട്ടറിലെ മിഡ് പോയിന്റ് കിട്ടാൻ ബുദ്ധിമുട്ടായത് ഒരൊറ്റ ലൈൻ അല്ലേ, നമുക്ക് ഈ റൂമിന്റെ മിഡിലൈസ് ചെയ്തിട്ടാണ് വെക്കേണ്ടത്. അപ്പൊ ഇങ്ങനെയാണ് കൊണ്ടുവയ്ക്കുക. അതുപോലെ ഇവിടെ വെന്റിലേറ്റർ കൊടുക്കണം. അതൊക്കെ ഈ ഒരൊറ്റ ഓപ്ഷനിൽ നിന്ന് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ആക്സിസ് സ്കെയില് 0.5,
ആംഗിളും റൊട്ടേഷനും കൂടി കൊടുക്കേണ്ടതുണ്ടായിരുന്നു. ആക്സസ് സ്കെയിൽ മാത്രം മാറ്റാം 0.5. then rotation 90. ഇനി ഇൻസൈഡിലെ ലൈൻ്റെ മിഡ് പോയിന്റ് ചെയ്യുന്ന ഔട്ടറിലേക്ക് ട്രാക്ക് ചെയ്ത് കൊണ്ടുവരാം. അതേപോലെ തന്നെ ഈ ബെഡ്റൂമിനൊക്കെ നമുക്ക് വിൻഡോസ് വെച്ച് കൊടുക്കണം. ഇതൊക്കെ നേരത്തെ ചെയ്ത പോലെ തന്നെ ആക്സസ് സ്കെയിൽ മാത്രമാണ് നമ്മൾ ചേഞ്ച് ചെയ്യണത് കേട്ടോ. അപ്പൊ അത് ചേഞ്ച് ചെയ്തിട്ട് വെച്ചാൽ മതി. ഇനി ഇവിടെ 2 വിൻഡോസും കൂടി നമുക്ക് കൊടുക്കാനുണ്ട്. പിക്ക് ചെയ്ത പോയിന്റ് ജസ്റ്റ് മാറിപ്പോയതാണ്, അങ്ങോട്ട് മൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കറക്റ്റ് ആയിട്ട് ആ ഇന്റർണൽ പോയിന്റുമ്പോൾ തന്നെ പിക്ക് ചെയ്യാം. പിക്ക് ചെയ്ത പോയിന്റ് കുറച്ച് മാറിപ്പോയതാ കേട്ടോ. അപ്പൊ ഇതില്ലേ നമുക്ക് അടുത്ത് ഈ ഒരു വിൻഡോ കൂടി വെച്ചിട്ട് നിർത്താം. ഓക്കെ, അപ്പൊ നമ്മളൊരു പ്ലാൻ വരച്ച് അതിന്റെ ഡോർസ് വിൻഡോസ് ഇതൊക്കെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന്റെ പ്ലിൻത്തും കൂടി, അതായത് ആ തറയുടെ ഭാഗം കൂടി നമുക്ക് അവിടെ ഓഫ്സെറ്റ് ചെയ്തിടാം. ഓഫ്സെറ്റ് ചെയ്യാം. ദെൻ ഇതിലേക്ക് ഒരു 10 സെന്റിമീറ്റർ ഡിസ്റ്റൻസ് ചുറ്റും ചെയ്തിടാം. ഫില്ലറ്റ് എടുത്തിട്ട് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ 0 റേഡിയസിൽ അത് കോർണറായി വന്നു. റേഡിയസ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ അതിനെ കർവ് ആക്കും. ഇപ്പൊ നമുക്ക് ഇവിടെ ആവശ്യം എന്താണ്? കോർണറാണ്. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഒരു പ്ലാന്റ് ബേസിക്കലി ചെയ്ത് വരുന്നത്. വോള്, ഡോറ്, വിൻഡോ കാര്യങ്ങളൊക്കെ വെക്കുക. ദെൻ ഇതില് ആവശ്യമുള്ള ഓരോ റൂമിന് ആവശ്യമുള്ള ഫർണിച്ചേഴ്സും കൂടെ നമുക്ക് കൊണ്ടുവയ്ക്കാം. അങ്ങനെ ഓരോരോ കാര്യങ്ങളായിട്ട് നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവരാം. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നോക്കാം. ഓക്കെ.